ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഒരു കിടിലം പ്രാങ്ക് ഒന്ന് ചെയ്യാൻ പോണേ. ആളിപ്പോൾ മിഥുനാണ്. ആൾ 5 വർഷം ഗൾഫിലായിരുന്നു. അപ്പോൾ ഇന്നാൾ വന്നിട്ടുണ്ട്. വൈഫിനെ അച്ഛനമ്മനെ പ്രാങ്കിനെ പോകുന്നത്. അവർക്കറിയില്ല നാട്ടിലേക്ക് എത്തിയത്. വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഓക്കെ, ഗേറ്റ് തുറക്കാൻ പറയും. ഗേറ്റ് തുറക്കാൻ പറയും. ഒന്ന് ഗേറ്റ് തുറന്ന് ഗേറ്റ് തുറക്ക്. ഞങ്ങൾ ആളുടെ വീട്ടിലുണ്ട്. ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഞങ്ങൾ ആളുടെ മിഥുൻ എവിടെ വർക്ക് ചെയ്യുന്നത്? മിഥുൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു 3 ലക്ഷം ട്രാൻസാക്ഷൻ മണി വന്നിട്ടുണ്ട്. ഇല്ലീഗൽ മണിയാണ്, ബ്ലാക്ക് മണി. ഓക്കെ, അത് ഇല്ലീഗലായിട്ട് വന്നിട്ടുള്ളതാണ്. മിഥുന് ആ റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. പേപ്പർ ഏതാ? കസ്റ്റംസിൽ നിന്നാണ്. മിഥുൻ്റെ അക്കൗണ്ടിലേക്ക് ബ്ലാക്ക് മണി വന്നിട്ടുണ്ട്. 3 ലക്ഷം റിയാൽ വന്നിട്ടുണ്ട്. നാട്ടിലത്തെ ഒരു 70-80 ലക്ഷം രൂപ മിഥുൻ്റെ അക്കൗണ്ടിലേക്ക്. അതെ, ഞങ്ങൾ പുള്ളിക്കാരൻ്റെ വീട് ലൊക്കേറ്റ് ചെയ്യുന്നു സാർ. ഓക്കെ ഓക്കെ ഓക്കെ. ജിമ്മ് തുടങ്ങാനായിട്ട് മൊത്തത്തിൽ ഒരു 5 ലക്ഷം റിയാലാണ് വേണ്ടത്. നമുക്ക് എനിക്കൊരു 2 ലക്ഷം റിയാല് നിങ്ങൾ ബാങ്കിൽ ഇടണം. എൻ്റെ ഇവിടുത്തെ അക്കൗണ്ട് ഇട്ടാൽ മതി. ഇവിടുത്തെ അക്കൗണ്ടാണ് സേഫ്. നാട്ടിലിട്ട് കഴിഞ്ഞാൽ അത് ടാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളാവും. പിന്നെ നമുക്ക് ഡയറക്റ്റ് ചൈനയിൽ പോവാണ്ട് തന്നെ ഇപ്പം ചെയ്യാൻ പറ്റും. പിന്നെ ഈ സംഭവം ഭയങ്കര സീക്രട്ട് ചെയ്യേണ്ടതാണ്. എന്ന് വെച്ചാൽ കസ്റ്റംസ് ഓഫീസിൽ നിന്നാണ് നമ്മളെ ഞങ്ങളുടെ മകൻ അവിടെ നിന്ന് ഒരു 3 ലക്ഷം റിയാലാണ് അവിടെ നിന്ന് കടത്തിയിട്ടുള്ളത്. പുള്ളിയാരെ മിസ്സിംഗ് ആണ്, ഖത്തറിൽ നിന്ന് മിസ്സിംഗ് ആണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളൊരു നമുക്ക് കിട്ടിയിട്ടില്ല. നിങ്ങളെ അച്ഛനും വേണം. അപ്പോൾ നിങ്ങൾ അതിന് എന്തെങ്കിലും ചെയ്തു തരണം നമുക്ക്. കാരണം നമുക്കിപ്പോൾ ഓൾറെഡി ലുലു നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഫണ്ട് അയച്ചിട്ടുള്ളത് നിങ്ങളെ മകൻ്റെ അക്കൗണ്ടിലേക്ക് ഇല്ലീഗൽ ഫണ്ടാണ്. ഓക്കെ, വേറെ ആരുള്ളത് ഇവിടെ? ഖത്തറിലില്ല ആള്. ഖത്തറിലില്ല. നോട്ടീസ് പുള്ളിക്കാരൻ എവിടെ ഉള്ള? നിങ്ങൾ വിൽക്കാൻ പാടില്ലോ. അതല്ല ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ആളെ കിട്ടണം. ഇതല്ലേ പേപ്പർ നോക്കാം. ഇതല്ലേ നിങ്ങളെ? അല്ല, ഇതല്ലേ നിങ്ങളെ മകൻ? ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്കാണ് സാർ. മിഥുൻ്റെ വൈഫ്. മിഥുൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു 3 ലക്ഷം റിയാൽ വന്നിട്ടുണ്ട്. ബ്ലാക്ക് മണിയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആളെ കിട്ടണം. ഞങ്ങൾ ആളുടെ വീട്ടിലുണ്ട് സാർ. ഓക്കെ ഓക്കെ. അവിടെ ഇല്ല, ഖത്തറിലില്ല. ഖത്തറിൽ അന്വേഷിച്ചു അടുത്ത എയർപോർട്ടിൽ എക്സിറ്റ് അടിച്ചിട്ടുണ്ട് ആള്. ഓക്കെ ഓക്കെ. നാട്ടിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. നമുക്ക് അവിടുന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ ആണ്. അവിടുത്തെ ഇൻഫോർമേഷൻ ഇല്ല, ഈ മിഥുൻ അയച്ചു തന്ന വോയിസ് ആണ് ഞാനിപ്പോ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നത്. ഒരു മിനിറ്റ്. നമുക്ക് ജിമ്മ് തുടങ്ങാനായിട്ട് മൊത്തത്തിൽ ഒരു 5 ലക്ഷം റിയാലാണ് ചൈനയിൽ പോവാണ്ട് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഈ സംഭവം ഭയങ്കര സീക്രട്ട് ചെയ്യേണ്ടതാണ്. എന്നുവെച്ചാല് ഈ ഫണ്ട് നിങ്ങളെ മക്കളെ ഇതുപോലെ പൈസ അടിച്ചു മാറ്റാണോ പഠിപ്പിക്കണത്? വേറൊന്നുമില്ല, നാട്ടിലത്തെ ഒരു 80 ലക്ഷത്തിന്റെ അടുത്ത് വരും. അതൊന്നെങ്കിൽ നിങ്ങൾ 80 ലക്ഷം 1 ലക്ഷത്തിന്റെ അടുത്തൊക്കെ വരുന്നത്. കാരണം 3 ലക്ഷം റിയാലാണ് അവിടെ എത്തുന്നത്. പക്ഷെ അത് ഇല്ലീഗൽ ഫണ്ടാണ്. മിസ്സിംഗ് ആണ്. പുള്ളിക്കാരൻ മിസ്സിംഗ് ആണ്. അവിടെ നിങ്ങളുടെ മകൻ അവിടുന്ന് റൂം ഇറങ്ങി അവിടുന്ന് പോയിട്ടുണ്ട്. വെക്കിട്ട് പോയിട്ടുണ്ട്. എന്താ ചെയ്യാൻ പറ്റുക? ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കി സെക്കൻഡ്. ഒരു മിനിറ്റ്. ഞങ്ങളിവിടെ നിൽക്കുക, വീട് കയറണം. ഇപ്പൊ വന്നിട്ട് 2-3 ആൾക്കാർ വന്നിട്ട് ഇവിടെ വന്നിട്ട്. നിങ്ങളപ്പോ എത്ര കാലം ഇവിടെ താമസിക്കുന്നത്? മാർച്ച് 24. നിങ്ങളെ എവിടെ സ്ഥലം എവിടെയാ കറക്റ്റ് വരുന്നത്? ചാവക്കാട്. എവിടെയാ? മിഥുനപ്പോ ഇതിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്തായാലും ആൾക്ക് ഇവിടുന്ന് എയർപോർട്ടിൽ എത്താൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അവിടെ ആൾ മിസ്സിംഗ് ആണ്.
ഞങ്ങളില്ല, അച്ഛനും അമ്മയാണോ ഞങ്ങളുടെ ലോക്കൽ പോലീസിലെ വന്നിട്ട് പറയാം, നിങ്ങളോട് പറയാം. ലോക്കൽ പോലീസിലെ അറിയിച്ചിട്ടുണ്ട് അവര്. ആരോട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ ഞങ്ങൾ എറണാകുളമാണ്. സാറ് ഖത്തറിൽ നിന്ന് ലൈറ്റ് തരും. ഫോഴ്സിനായിട്ടൊന്നും ഹരി സാർ വിളിച്ചു, ഹരി സാറിനെ. സാറ് വരുന്നുണ്ട് കേട്ടോ. സാറേ ഫോഴ്സിനായിട്ടൊന്ന് വരാൻ പറ്റുമോ? പുന്ന ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. നിങ്ങൾ ലൈറ്റ് ഉണ്ട്. ഓക്കെ സാർ, ഇവിടെ ഉണ്ട്. ആ ഓക്കെ സാർ, പുള്ളിക്കാരൻ മിസ്സിംഗ് ആണ്, നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ വീട് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനും അമ്മയെ ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ നിന്ന് ഫോക്കസ് ചെയ്തിട്ടില്ല. വീട്ടിൽ വേറെ ആരുമില്ല. ഓക്കെ, ഓവർ. മിഥുൻ നിങ്ങൾ വിളിച്ചു നോക്കിയാ, മകനെ വിളിച്ചു നോക്കിയാ, ഒന്ന് വിളിച്ചു നോക്ക്. കറക്റ്റ് ഞങ്ങൾക്ക് ആളെ എത്തിച്ചായിട്ട് ചെയ്യാൻ പറ്റാ. വീട്ടുപേര് ഒരു മിനിറ്റ്. സാറേ മിഥുൻ അപ്പാനത്ത് ഹൗസ്. ഓക്കെ, നിഖിൽ ഓവറാണ് സാർ, നിഖിൽ ഓവറാണ്. ഓക്കെ, അപ്പനത്ത് ഹൗസ്. ഓക്കെ ഞാൻ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. ഫോഴ്സിനായിട്ടൊന്ന് വരാൻ പറ്റുമോ? നിങ്ങൾ ബാത്റൂമിൽ എങ്ങനെ ഇവിടെ പോയിട്ട് ഇരിക്കും? ഇത് ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റാ? നിങ്ങൾ ഇങ്ങനെ ഒന്ന് പറയുമ്പോ ചൂടല്ല. നിങ്ങൾ വന്നേക്ക്, നമുക്ക് സ്റ്റേഷനിൽ സംസാരിക്കാം. വന്നേക്ക്, എല്ലാവരും വന്നേക്ക്. എല്ലാവരും ഇപ്പൊ ചെയ്യാൻ പറ്റാ? ഞങ്ങൾക്ക് പറഞ്ഞാൽ മതി, ആളെവിടെയെന്നുള്ള കറക്റ്റ് പറഞ്ഞാൽ നിങ്ങള് നിങ്ങളുടെ മകനെ വീട്ടിൽ ഒളിപ്പിച്ച് നിങ്ങൾ ആളെ പുറത്ത് ഇറക്കിയായിട്ട് ഞങ്ങൾ ബാക്കി കൊണ്ടേക്കോ. എവിടെ ഇരിക്കണേ പറയും, എവിടെ ഇരിക്കുന്നെന്ന് പറയും. ഓക്കെ, നിങ്ങൾ ആ ഫോഴ്സിനോട് സംസാരിക്കാം. സാർ ഫോഴ്സ് വന്നിട്ട് പോയാൽ മതി. സാർ ഫോഴ്സ് വന്നിട്ട് പോകും. കാരണം ഇതിപ്പോ എന്ത് ചെയ്യാൻ പറ്റാ? നിങ്ങൾ ഈ പറഞ്ഞ പോലെ മക്കൾ ഇങ്ങനെ കള്ളനാക്കിയിട്ട് വളർത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റാ നിങ്ങൾക്ക്? ഞങ്ങള് കള്ളനാക്കിട്ടല്ല വളർത്തിയിട്ടുള്ളത്. ഹലോ, ലൊക്കേഷൻ അറൗണ്ടാണ് സാർ. പക്ഷെ പുള്ളിക്കാരൻ നാട്ടിലാന്നാ പറയണത്. ഓക്കെ നോക്കി ചെയ്യാം. ഓക്കെ മനസ്സിലായോ? അത് നിങ്ങളുടെ മകന്റെ അക്കൗണ്ടിലേക്കാണ് ഈ ഫണ്ട് വന്ന് നിൽക്കണേ. അപ്പൊ നിങ്ങളുടെ മകനാണ് ഇല്ലീഗൽ ഫണ്ടായിട്ട് അവിടെ നിന്ന് അടിച്ചു മാറ്റി പോന്നിട്ടുള്ളേ. ഇപ്പൊ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റാ? അറിയാണ്ടല്ല, മകൻ അയച്ചു കൊടുത്തിട്ടുണ്ടോ ഡീറ്റെയിൽസ്? നിങ്ങളെ ഭാര്യക്ക് അറിയില്ലേ? ആളുടെ ഭാര്യക്ക് അറിയില്ലേ? നിങ്ങൾ ഇതില് ഇതല്ലേ ഉത്തരവാദി അല്ലേ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവർക്ക് അറിയില്ല ഇതിനെ പറ്റിയിട്ട്. നിങ്ങൾക്ക് ഇതില്ല ആളെ ഹസ്ബൻഡായിട്ട് സംസാരിക്കാറൊന്നുമില്ല? ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ആളുടെ വാട്സപ്പ് ഒക്കെ കാണിച്ചിട്ട് ഫോഴ്സ് ഉണ്ട്. വിളിച്ചിട്ടുണ്ട് സാർ, വരുന്നുണ്ട്. ലൊക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുത്തിട്ട്. മിഥുൻ നാട്ടിൽ വരുന്ന കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ ഇവര് അറിഞ്ഞിട്ടുള്ളതാണ് സാറേ. ആരും അറിഞ്ഞിട്ടില്ല. അവ നാട്ടിൽ വരിക പിടിക്കൊന്നും അറിഞ്ഞിട്ടില്ല. പേരെന്തായിരുന്നു? നവ്യ ഗ്രൂപ്പിന്റെ എമൗണ്ട് ആണത്. ഒന്നെങ്കിൽ ഈ എമൗണ്ട് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത്. എന്തായാലും ചേട്ടൻ വന്നേക്ക്, സ്റ്റേഷൻ വന്നേക്ക്, നമുക്ക് അവിടെ സംസാരിക്കാം. ബാക്കി ലേഡീസ് അല്ല, ഇവിടെ നോട്ടെ. ഡ്രസ്സ് മാറി. മക്കളെങ്ങനെ കള്ളനാക്കി വളർത്തിയിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഞങ്ങളുടെ ഡ്യൂട്ടി, ഞങ്ങൾക്ക് ഓടുന്ന ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഞങ്ങൾ എറണാകുളത്ത് ഇവിടെ വരെ വരാൻ വെച്ചാൽ നിങ്ങളെ മകനെ കൊണ്ടുപോകണം. മകനെ ഞങ്ങള് കള്ളനായിട്ടല്ല ഇത്ര നാള് വളർത്തിയിട്ടുള്ളത്. മകന്റെ ഉണ്ടോ ഞങ്ങൾക്ക് അറിയില്ല. ചേട്ടൻ കാര്യം ചെയ്തേക്ക്, ഇതിലും സൈൻ ചെയ്തേക്ക് കേട്ടോ. ഇതൊരു ഖത്തർ പോലീസിന്റെ എവോർഡ് നോട്ടീസാണ്. എൻ്റെ പേര് എബ്രാഹിം ഖുറൈഷി എന്നാണ് എൻ്റെ പേര്. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് 4-5 ഫയൽ എടുക്കുന്നുണ്ട്. ഓൾറെഡി ദുൽഖറിൻ്റെ ഒരു കാറ് പിടിച്ച കേസ് അറിയാം. പുള്ളിക്കാരൻ്റെ കാറ് പിടിച്ചിട്ട് ആ കാർ ഓൾറെഡി കേസിലാണ്. ഞങ്ങൾക്ക് ഓൾറെഡി ഒന്നും കഴിച്ചിട്ടില്ല. എൻ്റെ കഴിക്കണ്ട. ഞാനൊരു കളി ഉണ്ടായിരുന്നു, പഞ്ചസ് കളി. അതല്ല ഒരു മത്സര കളിയായിരുന്നു. മുറുക്കാൻ കിട്ടും. പഞ്ചീസ് കളി. അപ്പോ അങ്ങനത്തെ കളികളൊന്നും വിനോദല്ലേ? ചീട്ട് കളിക്കാറുണ്ടോ? മോനെ നല്ല രീതിയിലുള്ള പൈസ കളി കളിക്കണം. ചേട്ടൻ മീൻ പിടിക്കാൻ പോകാറില്ലേ? ഞങ്ങൾക്ക് എല്ലാവിധ ഇതും കിട്ടിയിട്ടുണ്ട്. മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. പിന്നെ മുൻപ് നിങ്ങളൊരു കൊള്ളപ്പണം കേസിൽ പിടിച്ചെന്ന് പറയണ്ടല്ലോ, അതുള്ള കാര്യമാണോ? അത് എങ്ങനെയാണ്? ഇല്ല എടാ, ഫോഴ്സ് എടുത്തി വിളിച്ചോടാ. ഒരു മിനിറ്റ് സാർ.
ഇല്ല എന്തായാലും നിങ്ങളെ കുടുംബത്തോട് മൊത്തം നിങ്ങൾ അകത്താക്കാനുള്ള പ്ലാനാണ് നിൽക്കുന്നത്. കാരണം ഓൾറെഡി ഇങ്ങനത്തെ കേസ് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കേസ് ഓൾറെഡി ഭയങ്കര വലിയ പ്രശ്നമുള്ള കേസാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ 3 ലക്ഷം റിയാൽ ഒന്നെങ്കിൽ തരണം, അല്ലാന്നുണ്ടെങ്കിൽ മിഥുനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. അവിടെ വൈഫോടെ വിളിച്ചിരിക്കണം, ഒന്ന് പുറത്തു വരാൻ പറയും. അവരെന്തോ ഡീലിങ്ങിലാണ്, അവര് തമ്മിൽ അറിയണ ഒരു വലിയൊരു സ്മഗ്ലിംഗ് നടന്നിട്ടുണ്ട്. സ്മഗ്ലിംഗ് ആണ്, സ്മഗ്ലിംഗ് കേസിലാണ് നിൽക്കണേ. സാറേ എവിടെ എത്തി? പേരകം. ഹലോ സാർ, ഇതേ പേരകത്ത് നിന്ന് നേരെ പോകുന്നേക്ക്. ഞങ്ങൾ ഇവിടെ ഉണ്ട്, ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് കേട്ടോ, ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് സാർ. ഞാൻ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ നാട്ടിലില്ല എന്നാണ് പറയണത്. അച്ഛൻ കേസ് ഏറ്റെടുക്കാന്ന് പറയുന്നുണ്ട്. അച്ഛനെ നമുക്ക് കൊണ്ടുപോകാൻ തൽക്കാലം, എങ്കിൽ അമ്മയെ കൊണ്ടുപോകാം. വേണ്ട, ട്യൂമറിന്റെ കഴിച്ചു. അപ്പൊ എന്നാൽ മകളെ കൊണ്ടുപോകാം, ഭാര്യയെ കൊണ്ടുപോകാം. എന്നാൽ ചെറിയ കുട്ടിയെ കൊണ്ടുപോകാം. ആരെങ്കിലും കൊണ്ടുപോയാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് ആളാണ്ട് പോകാൻ പറ്റില്ല. വണ്ടി വരണം, നടന്നു വരണം. ഇല്ലല്ല, ഇവിടുന്ന് ഞങ്ങൾ പോയാൽ നിങ്ങൾ മിസ്സിംഗ് ആവും. സാർ അതെ നേരെ പോന്നേക്ക്. ഇവിടെ ഇംതിയാസ് എന്ന് പറഞ്ഞ ഒരു ഗുണ്ടുണ്ട്, ആളുടെ വീടിന്റെ ബാക്കിലായിട്ടാണ് ഇവര് വിളിച്ചിരിക്കുന്നത്. ഓക്കെ സാർ, ഞങ്ങൾ വന്നപ്പോൾ വിളിച്ചിരിക്കുന്നു ഇവര്. ഏതാണ്ട് നമുക്ക് ഇവരെ ഭാഗത്തുനിന്ന് ഇവര് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ടൂൾസും മറ്റുള്ള നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് സാർ. വഴി ഞാൻ പറഞ്ഞു. അവരെ ഭാര്യ സാറേ വേഗം വരണം. വെട്ടുകൊത്തി നിങ്ങൾ ഇവിടെ എറിയാൻ തേങ്ങ ഇതൊക്കെ ഞങ്ങൾ എറിയാങ്ങളല്ലേ നിങ്ങൾക്ക് ചെയ്തുള്ള. എറിയാൻ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാം, നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാം ഞങ്ങൾ വരും എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ തേങ്ങ ഞങ്ങൾ എറിയാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്, കത്തി ഞങ്ങൾ വെട്ടാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഞങ്ങൾക്കുണ്ട്. സെക്ഷൻ B63 പ്രകാരമാണ് നിങ്ങൾ ഈ കേസ് അനുവദിച്ചുള്ളത്. നിങ്ങൾക്ക് ഒരേ വകുപ്പുകൾ ഉണ്ടാക്കാം. കാരണം എന്താ വെച്ചാല് ഈ നോണ പറയുന്ന കേസുകളൊക്കെ നിങ്ങൾ കള്ളം പറയല്ലേ. BS6 വണ്ടി എടുക്കുമ്പോ എന്ത് ശ്രദ്ധിക്കണം? ടയർ കറക്റ്റ് ആയിട്ട് വേണ്ട. വണ്ടിയുടെ ടയർ ഫ്രണ്ട് മൊട്ടായിരുന്നു. BS6 വണ്ടി ആയിരുന്നു. എന്റെ പ്രശ്നം എനിക്കറിയില്ല. തന്റെ വണ്ടി BS6 ആണോ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അറിയോ? നിങ്ങൾ നിങ്ങളുടെ വൈഫൈ വിളിച്ചേക്ക്, മാഡത്തിന് വിളിക്കാം, നമുക്ക് ഒന്ന് കൊണ്ടുപോകാം. അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റാം. സാർ അപ്പൊ ABS ആക്കി കഴിഞ്ഞാൽ ശരിയായിരിക്കില്ലേ? ABS എടുത്തോ, ടയർ പക്കര്. ഇവരെ പുള്ളിക്കാരി വിളിച്ചിരിക്കണോ? വിളിക്ക് പോയിട്ട്. ഞങ്ങൾ കസ്റ്റംസിന് വരുന്ന, ഞങ്ങൾ ഇവിടുത്തെ ഊച്ചാളി ഇതല്ല. ഞാൻ 2006 മുതൽ ട്രാവൽ ചെയ്യുന്ന ഒരു VIP ആണ്. അടിച്ചു നടക്കുന്ന ആളല്ല. ഇവിടെ അയൽവാസികളൊക്കെ കണ്ടില്ലേ? നിങ്ങൾ നോക്കണ, നിങ്ങൾക്ക് അതൊരു കുറച്ചില്ലല്ലേ? അയൽവാസികളല്ലേ അവിടെ ഇരിക്കുന്നേ? അയൽവാസികള് അവരല്ലേ ഈ കാണുന്നത്? നിങ്ങൾ മകന് കള്ളത്തരം കാണിച്ചിട്ട് അവർ നോക്കിയിരിക്കല്ലേ? നിങ്ങൾ മകനെ വിളിച്ചിരിക്കുന്ന അകത്ത് വരുത്തൂ. മുല്ലായി വിളിക്കൂ. എങ്ങനെയൊക്കെ തരാൻ പറ്റാ? നിങ്ങൾ വീട് പൂട്ടിയിട്ടല്ലേ? വിളിക്ക്, മുല്ല വിളിക്ക്. ബാക്കി ഞാൻ ഡീലാക്കി തരാം. ഈ വീട്ടിലത്തെ ആളറിയോ? മിഥുനെ കണ്ടിട്ടുണ്ടോ? ഈ വീട്ടിലത്തെ മിഥുൻ എന്ന് പറഞ്ഞ ഒരു ക്രിമിനല് 70 ലക്ഷം രൂപ കട്ടിട്ട് വന്ന് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് പുള്ളിക്കാരനെ പിടിക്കണം. അവിടെ വിളിച്ചിരിക്കുന്നുണ്ടോ? അവിടെ ഉണ്ടോ? ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ രണ്ടുപേരും ഞാൻ സേഫ് ആക്കി തരാം. ഭാര്യയും മകനെ ഞങ്ങൾ എത്താക്കാം. ഭാര്യ വിളിക്കൂ. മകന്റെ പെണ്ണിനെ വിളിക്കൂ. ഓൾറെഡി പറഞ്ഞുതരാം. മാർക്കോ എന്ന് പറഞ്ഞ വ്യക്തി 6 പേരെ കൊന്നിട്ടാണ് അകത്തായിട്ടുള്ളത്. മാർക്കോയെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? അകത്താക്കിയിട്ടുള്ളത്. ബാക്കി 6 പേര് സേഫാണ്. അത് സേഫാക്കി തരാം. റോക്കിനെ നമ്മൾ കഴിഞ്ഞ മാസം കാര്യമില്ല. നിങ്ങൾ വിദ്യാഭ്യാസ ആൾക്കാരെ വിളിക്കൂ, ഞങ്ങൾ അവരോട് സംസാരിക്കാം. നിങ്ങൾക്ക് റോക്കിനെ അറിയില്ലേ? റോക്കിനെ ഞങ്ങളാണ് അകത്താക്കിയത്. റോക്കി അറിയോ? പിടികിട്ട പുള്ളിയായ റോക്കിയെ ഞങ്ങൾ അകത്താക്കിയത് ഒരു 4 ദിവസം കൊണ്ടാണ്. നിങ്ങളെ അവർ വിളിക്കൂ. അവൾ വിളിച്ചിരിക്കുന്നു. അവൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ നോക്കൂ, വിളിച്ചിട്ട് വരൂ. ഇങ്ങനെയുണ്ടോ ക്രിമിനൽസിനൊക്കെ വളർത്തുമ്പോ ഇതാക്കണ്ടേ? ചെറുപ്പം മുതലേ ക്രിമിനൽസിനെ ഇങ്ങനെ വളർത്തി നിങ്ങൾ. ഇവിടെ ഞങ്ങളൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ VIP ഇതിലാണ് കയറി. ഡോക്ടറാകാൻ പഠിച്ചില്ല. ഞങ്ങൾ എന്ത് ചെയ്ത് കസ്റ്റംസ് ഓഫീസിൽ കയറി. ഇപ്പൊ എന്തായി? പിടികിട്ട പുള്ളികളായ 10 പേരെ അകത്താക്കി. ഡ്രസ് മറിയോ? വന്നേക്ക്.
ഇതെങ്ങനെ ഈ പോവാനവരപ്പം ആൾക്കാര് വന്നു കസ്റ്റംസ് അവരപ്പം പോവാൻ നമ്മളെന്ത് ചെയ്യും? അതിർത്ത് അത് നമ്മളെ വെട്ടാൻ വേണ്ടി വെച്ച കത്തിയായിരുന്നു. അത് എടുത്ത് വെച്ചേക്ക്. അടിക്കാൻ വേണ്ടിട്ട് 2 കത്തിയും വടിയൊക്കെ ഉണ്ട് ഇവിടെ. എറിയാൻ തേങ്ങയുണ്ട്. വീട്ടില് മീൻ മുറിക്കണ കത്തി അതൊക്കെ എടുക്കൂ. നിങ്ങൾ ആൾക്കാർ ഇങ്ങനെ ഇതാക്കാൻ പാടുണ്ടോ? ഇങ്ങനെയാണോ ഉപദ്രവിക്കുക? ഒരു 70 ലക്ഷം രൂപ അവിടുന്ന് കട്ടി പോകുന്ന ഒരു മകനെ നിങ്ങൾ ഒരു 70 ലക്ഷം രൂപ കട്ട് വന്ന 70 ലക്ഷം രൂപ കട്ട് പോകുന്ന നിങ്ങളുടെ മകൻ കള്ളനാണോ അതോ നല്ലവനാണോ? നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലവനായിരിക്കും, ഞങ്ങൾക്ക് കുറ്റവാളിയാണ്. നിങ്ങൾക്ക് ഇത് അറിയില്ല വായിച്ചില്ലെങ്കിൽ പറയൂ. ഇങ്ങനെയുണ്ടോ? അത് അറബാണ്. ഖത്തറിൽ നിന്ന് കട്ടിട്ട് കൊടുക്കുന്ന പൈസ എമൗണ്ട് ആണ് കാണുന്നത്. അറബ് ഫുള്ള് അറബാണ്. പൈസ ഇവിടെ ചേട്ടൻ പൂവല്ലേ ഇട്ട് വന്നേക്ക്. ഖത്തറിലെ എയർപോർട്ടിൽ നിന്ന് എക്സിറ്റ് ആണ് ആള്. ഖത്തറിൽ ഇല്ല ആള്. ഖത്തറിൽ നിന്നാണ് ഞങ്ങളെ എന്തായാലും ഇനി സംസാരിച്ചിരിക്കാൻ സമയമില്ല. ഞങ്ങൾ ഇനി ഈ കാര്യം സ്റ്റേഷനിലേക്ക് സാർ ഖുറേഷി സാർ. ഓക്കെ പറയൂ. ഇവര് റെഡിയാണ് പോവാൻ. വന്നേക്ക്. ഏത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്? അതാ അവിടുത്തെ ഇറങ്ങി വാ. പോരെ കമോൺ ഞങ്ങളെ പേടിയാക്കാൻ വേണ്ടിട്ട് ഏട്ടാ ഇതൊരു യൂട്യൂബ് ചാനൽ പരിപാടിയാ. ക്ഷമിക്കണം. സോറിട്ടാ, ആള് പറഞ്ഞിട്ടാണ്. നമ്മളെ ഇങ്ങനെ ഇന്ന വീഡിയോ കണ്ടിട്ടില്ല. യൂട്യൂബ് ചാനലിന്റെ പരിപാടിയാണ് ഇത്. ചാനലിന്റെ പരിപാടിയാണ്. നിങ്ങളെ മകന് നിങ്ങൾക്ക് സർപ്രൈസ് എന്താണ്? നിങ്ങളെ ഞെട്ടിച്ച. അതെ പ്രാങ്ക് ഒരു സർപ്രൈസ്. ആകെ കരഞ്ഞ് കുളിച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നില്ലേ? പിന്നെ ഞാൻ പ്രാങ്ക് ചെയ്യണതാ. അത് കാണാറില്ലേ? എന്തായി ഇങ്ങനത്തെ സാധനം ഇനി കിട്ടൂല. ഇല്ല വായോ. ഞാൻ വീട്ടാണ് അവിടെ റിയാക്ഷൻ എടുക്കാം. ഒരു യൂട്യൂബ് ചാനലിന്റെ പരിപാടിയായിരുന്നു. അപ്പൊ ആള് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ എല്ലാരും ഓടല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു റിയാക്ഷൻ? അത് പറഞ്ഞാൽ മതി. അതെ അടിപൊളിയല്ലേ? ഓക്കെ താങ്ക് യു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോസ് വരുന്നുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. അപ്പോൾ നമ്മളെ പരിപാടി എന്താക്കിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു റിയാക്ഷനൊക്കെ? അച്ഛാ അമ്മ അടിപൊളിയല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ സാധനമായി. അതാണ് ക്ലിയർ. പിന്നെ ആരൊന്നും വിചാരിക്കരുത് നമ്മൾ പ്രാങ്ക് ആയിട്ടാണ് കാണുന്നതൊക്കെ. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്യണം. സ്നേഹം മാത്രം. ഓക്കെ.